ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പരിപാടിക്ക് പോവുകയാണ്, അതായത് ബേബി ഷവർ പരിപാടിയായിരുന്നു. അപ്പോൾ അതിലോട്ട് പോകാനായിട്ട് എല്ലാവരും റെഡി ആയി ഗൈസ്. മേക്കപ്പൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ചെയ്ത് എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇവരൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അവരുടെ റിലേഷൻ്റെ വീട്ടിൽ ഡ്രസ്സ് മാറാൻ നിൽക്കണം. അപ്പോൾ ആദ്യം തന്നെ കല്യാണ സാരി കൊടുത്തിട്ടായിരിക്കും അമ്പലത്തിൽ പോവുക. പിന്നെ അവിടെ തൊഴുതി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവരുടെ അമ്മയുടെ വഴിയിലോ അല്ലെങ്കിൽ അച്ഛൻ്റെ വഴിയിലോ അവിടെയുള്ളവരുടെ സാരി മാറ്റിയിട്ട് വരും അവരുടെ വീട്ടിൽ പോയിട്ട്. അതിനുശേഷം ഇവിടെ വന്നിട്ടൊരു കുട്ടി ഫംഗ്ഷൻ ഉണ്ടാവും. അതായത് വളയിട്ട് കൊടുക്കുക, പൊട്ട്, പൂവ്, അതുപോലെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ 5 പേര് അല്ലെങ്കിൽ 7 പേര് 9 പേര് എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അതായത് ഇങ്ങനെ പൊട്ട് വെച്ച് കൊടുക്കുക, അതൊക്കെ ചടങ്ങ് ചെയ്യുക, അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. ഇത് ഞങ്ങളൊരു തമിഴ് ആയിട്ടുള്ള കലാചാരമാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ നിങ്ങളവിടെ എങ്ങനെയാണ് വളയക്കാപ്പ് എന്നാണ് അതിന് പറയുക, ബേബി ഷവർ. ഇപ്പോൾ കുറച്ചും കൂടി അറ്റ്ലീസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം പരിപാടി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വള, പൂവൊക്കെ വന്നവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഞങ്ങളൊക്കെ പോയി ജസ്റ്റ് നോക്കി. അപ്പോൾ പല പല സൈസിലായിരിക്കും വള. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതെടുക്കാം. ഞാനത് ഇടാത്തതുകൊണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടവിടെ ഇട്ടു. അങ്ങനെ ഒരുപാട് വളകൾ പിള്ളേർ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. വെറുതെ എടുത്ത് കയ്യിൽ വെച്ചു, ആരും ഇടുകയൊന്നുമില്ല. പിന്നെ പക്ഷേ മിനി ചേച്ചി കുറേ അത്യാവശ്യം വളയെടുത്തിട്ട് എനിക്ക് കാണിക്കുന്നുണ്ട്. ഡ്രസ്സിന് മാച്ചിന് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം. പിന്നെ അങ്ങനെ നമ്മുടെ കുട്ടികൾ കുറച്ച് പേരുണ്ടായിരുന്നു. വീഡിയോസ് എടുക്കുമ്പോൾ ചേച്ചി ഞാൻ ഹായ് പറയുക, ബായ് പറയാൻ വിട്ടു. അമ്മയും അച്ഛനും വിളിച്ചിട്ട് ഹായ് ബായ് പറയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ് ഫോട്ടോസ്. അപ്പോൾ കുഞ്ഞുൻ്റെ ഒക്കെ അടിപൊളി പിക്ക് കിട്ടി ഗൈസ്. പിന്നെ മഞ്ജുവിൻ്റെ, അതുപോലെ എൻ്റെ അത്യാവശ്യം കുറേ ഫോട്ടോസ് ഞങ്ങളെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് 1 മണി കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പായി. സദ്യയായിരുന്നു. അത്യാവശ്യം എനിക്ക് സദ്യ ഇഷ്ടമല്ല, എന്നാലും ചില സമയങ്ങളിൽ ഞാൻ കഴിക്കും. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു. വെറൈറ്റി റൈസ്, വട, പായസം, എനിക്ക് ഇങ്ങനെയുള്ള സദ്യ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായി കഴിച്ചു, എനിക്ക് കഴിക്കാൻ പറ്റുന്നത്ര. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഞങ്ങൾ ഓരോ കഥയും പറഞ്ഞിട്ടിറങ്ങി. ഇപ്പോൾ ബാക്കിൽ വരുന്ന മിനി ചേച്ചിക്ക് അടുത്ത ആഴ്ച എൻഗേജ്മെൻറ്റാണ്. കുഞ്ഞ് തുള്ളിച്ചാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞപ്പോൾ എടുത്തു. അപ്പോൾ അങ്ങനെ ആ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് വരികയായിരുന്നു. ആ വഴിക്ക് ശരി പിള്ളേരെ കുറച്ച് പേരെ കണ്ടുവച്ച് അടുത്ത ആഴ്ചയ്ക്ക് വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെയൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നു, ആരും വന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി ഫോൺ വിളിച്ചിട്ട് എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത ആഴ്ച ആ പരിപാടിയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അടിച്ചു പൊളിക്കണം. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്. അപ്പോൾ അനു അങ്ങനെ വഴിയിൽ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെ അടുത്ത് കുശലം പറഞ്ഞിട്ട് പിന്നെ അത് ഓടി വരികയാണ്. അപ്പോൾ കുഞ്ഞൊന്ന് ഫുള്ളും എൻ്റെ കൂടെയാണ്. കാരണം ഇന്ന് ഫുൾ അവളുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സ്നേഹത്തിൽ നിന്ന് എൻ്റെ അടുത്ത് പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. അതിന് ശേഷം വരുന്ന സമയത്ത് ഭയങ്കര വെയിൽ, ഒരു 1:30-2 മണിയൊക്കെ ആയി. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അനുവൊക്കെ കുഴഞ്ഞ് മുടിയൊക്കെ വിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ്. പക്ഷെ പറഞ്ഞൊക്കെ കണ്ട് വിരിച്ചിട്ട് വന്നിട്ട് കോശമായി. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്ന് വീടെത്തി ഗൈസ്. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. ഇത് 2 പേരും ചേച്ചീനെത്തിയാണ്. പിന്നെ ഞങ്ങൾ 3 ഇവരെപ്പോഴും ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾ 3 കൂടി കിടന്നുറങ്ങാൻ പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.